ഞാനും ശിവചാനും ഒരുപാട് മധുരമൊന്നും കഴിക്കില്ല കേട്ടോ. ഒക്കേഷണലി മാത്രം മധുരം കഴിക്കുന്നവരാണേ. അപ്പോൾ ചില ദിവസങ്ങളിൽ എന്തെങ്കിലും അതുപോലെ ഒരു മധുരം കഴിക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടാകുമ്പോൾ ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരു പക്ഷേ നിങ്ങളിൽ പലരും പല രീതിയിലായിരിക്കും ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ ഉണ്ടാക്കുന്നത്. ഞാൻ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഉണ്ണിയപ്പ റെസിപ്പിയാണ് ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ചെറിയ പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പഴം ഈ ഒരു പഴം ആട്ടോ നമ്മളിവിടെ സാധാരണ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പിന്നെ റോബസ്റ്റ പഴമാണ്. അപ്പോൾ ഈ ഒരു ചെറിയ പഴം ഞാൻ മിക്സിയുടെ ജാറിനകത്തോട്ട് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് റവയാട്ടോ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ഏകദേശം 1 കപ്പോളം വരുന്ന റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് മൈദപ്പൊടിയാട്ടോ. അപ്പം ഏകദേശം ഒരു 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. ആവശ്യത്തിനുള്ള ശർക്കരപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കാര്യം വിട്ടുപോയിട്ടോ, ഞാൻ ഇതിനകത്തോട്ട് ഓൾറെഡി ഏലക്ക ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് വീഡിയോ സ്കിപ്പായി പോയതാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ്. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനകത്തോട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നെയ്യ് ഒഴിച്ച് കൊടുത്തു, തേങ്ങാക്കൊത്തും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കണം. അപ്പം സാധാരണ നമ്മൾ കറുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ കറുത്ത എള്ളില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ വെളുത്ത എള്ളാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ വെളുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം വേണം നമുക്ക് ഈ ഒരു മിക്സിങ്ങിനകത്തോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒരുപാട് പേര് എൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ മാക്സിമം എല്ലാവർക്കും റിപ്ലൈയും കൊടുക്കുന്നുണ്ട്. എന്നാൽ ചില കമൻറ്റുകൾ നമുക്ക് വായിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അതിന് കാരണമുണ്ട്. ചിലർ വളരെ മനഃപൂർവ്വമായിട്ട് തന്നെ പ്രൊഫൈലൊക്കെ ലോക്ക് ചെയ്ത് വെച്ചിട്ട് വന്ന് അറിഞ്ഞുകൊണ്ട് കമൻറ്റുകൾ ഇടുന്ന ആൾക്കാരുണ്ട് കേട്ടോ. മോശമായിട്ട് കമൻറ്റുകളും നമ്മളെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള കമൻറ്റൊക്കെ ഇടുന്ന ആൾക്കാരുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ അവരുടെ പേരൊന്നും പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. എന്നാലും അത് മോശം കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. കമൻ്റ് അടിക്കുന്ന ആൾക്കാർക്ക് നിസ്സാരമായിട്ട് തോന്നും, അവരിരുന്ന് കമൻ്റ് അടിച്ചാൽ മാത്രം മതി. പക്ഷേ അങ്ങനെയല്ല. ഒരു 3 മിനിറ്റത്തെ വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ ചിലപ്പം 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കഷ്ടപ്പെട്ടിട്ടായിരിക്കും എല്ലാവരും തന്നെ വീഡിയോ എടുക്കുകയും അത് എഡിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ജോലി ചെയ്യുന്ന ഒരാളും കൂടെ ആയതുകൊണ്ട് തന്നെ എനിക്കൊരുപാട് എൻ്റെ ജോലി സംബന്ധമായ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ഒരു പാഷൻ ആയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുകയും ഇത് പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ സമയം കണ്ടെത്തിയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് വന്നിട്ട് ഇതുപോലെ ചില വീഡിയോസിൻ്റെ ഇടയിൽ വന്ന് കമൻറ്റ് മോശമായ രീതിയിലൊക്കെ ഇടുന്ന ആൾക്കാർ, മോശമായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ വൾഗറായിട്ടൊന്നും, എന്നാലും നമ്മളെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള കമൻറ്റും കാര്യങ്ങളും വരുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും കേട്ടോ. അപ്പോൾ എന്തായാലും വളരെ ശ്രദ്ധിക്കുക. നമ്മൾ മാന്യമായ രീതിയിലുള്ള കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഒരേപോലെ അല്ലല്ലോ എന്തായാലും എല്ലാ കാര്യങ്ങളും. അപ്പം അത് ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് എല്ലാവർക്കും നമ്മൾ വീഡിയോസ് കമൻറ്റൊക്കെ ഇടുമ്പോൾ വളരെ ശ്രദ്ധിച്ച് നല്ല രീതിയിലുള്ള കമൻറ്റുകൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. എസ്പെഷ്യലി നല്ല നല്ല കമൻറ്റ് ചെയ്യുന്നവർക്ക് ഞാൻ മാക്സിമം കമൻറ്റിന് മറുപടിയും കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ആ ഒരു സമയത്ത് തന്നെ നല്ലൊരു മഴക്കാരൊക്കെ വന്നു. മഴക്കാറിനൊപ്പം തന്നെ നല്ല മനോഹരമായിരിക്കുന്ന ഒരു മഴവില്ലും കൂടെ കണ്ടപ്പോൾ ഞാൻ അതിൻ്റെയും കൂടെ ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഫോളോയും ചെയ്യും.